നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കാർഡ്സ് നേതൃത്വത്തിലുള്ള ഗ്രീൻ ഫെസ്റ്റ് വിത്ത് മഹോത്സവത്തിന് തൊടുപുഴയിൽ തുടക്കമായി. സർക്കാർ വകുപ്പുകൾ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തിയാൽ അവശിഷ്ടങ്ങൾ നാട്ടുകാർ നീക്കം ചെയ്യണം. തൊടുപുഴയിലാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ വിചിത്രമായ നിലപാട്. ഇടുക്കിയിലെ കർഷകരെ കുടിയിറക്കുന്നതിനുള്ള ഗൂഢാലോചനകൾ വനംവകുപ്പ് വഴി സർക്കാർ നടപ്പിലാക്കുന്നുവെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. മഴ തുടങ്ങിയതോടെ തൊടുപുഴ KSRTC ഡിപ്പോ ദുരിതത്തിൽ. തൊടുപുഴ കാഞ്ഞിരമരത്ത് ചെക്ക് ഡാമിൽ മരം കടപുഴകി വീണ് നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്ന് സമീപത്തെ വീടുകളിൽ വെള്ളം കയറി. വാർത്തകൾ വിശദമായി. കാർഡ്സ് നേതൃത്വത്തിലുള്ള ഗ്രീൻ ഫെസ്റ്റ് വിത്ത് മഹോത്സവത്തിന് തൊടുപുഴയിൽ തുടക്കമായി. വെങ്ങല്ലൂർ ഷെറോൺ കൾച്ചറൽ സെന്ററിലാണ് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ നടക്കുന്നത്. കാർഡ്സ് ഗ്രീൻ ഫെസ്റ്റ് PG ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ K ദീപക് അധ്യക്ഷത വഹിച്ചു. കാർഡ്സ് ചെയർമാൻ ആന്റണി കണ്ടിരിക്കൽ സ്വാഗതം പറഞ്ഞു. കാർഡ്സ് സിൽവർ ജൂബിലി സ്മാരക ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് ബാങ്ക് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം, വാഴക്കുളം വിശുജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് മാനേജർ റവറൻ ഡോക്ടർ പയസ് മലയക്കണ്ടം, മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ തുടങ്ങിയവർ വിവിധ ഉദ്ഘാടനങ്ങൾ നടത്തി. കാർഡ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രീൻ ഫെസ്റ്റ് വിത്ത് മഹോത്സവത്തിന് തുടക്കമായി. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഗ്രീൻ ഫെസ്റ്റ് വെങ്ങല്ലൂർ ഷെറോൺ കൾച്ചറൽ സെന്ററിലാണ് നടക്കുന്നത്. കൃഷി, ആവേശം, ആനന്ദം, അനായാസം എന്നതാണ് ഇത്തവണത്തെ ഗ്രീൻ ഫെസ്റ്റിന്റെ സന്ദേശം. വൈകുന്നേരങ്ങളിൽ മനോഹരമായ കലാപരിപാടികൾ, കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഫുഡ് ഫെസ്റ്റ്, കുട്ടികൾക്കായുള്ള അമ്യൂസ്മെന്റ് പാർക്ക്, കുട്ടികൾക്കുള്ള വിവിധ മത്സരങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി പരിപാടികളാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. ഗ്രീൻ ഫെസ്റ്റ് 2025ന്റെ ഉദ്ഘാടനം PG ജോസഫ് MLA നിർവഹിച്ചു. 25 വർഷമായി പ്രവർത്തിക്കുന്ന കാർഡ്സിന് എല്ലാ ഭാഗങ്ങളും നേരുന്നു. വിത്ത് ഗുണം 10 ഗുണം നമ്മൾ സാധാരണ പറയാറുണ്ട്. ഈ ഞാറ്റുവേലയുടെ പ്രാധാന്യം, തൈകൾ എപ്പം നടണം എന്നുള്ള ഒരു ആശയം മുൻനിർത്തി 10ാം ഉദയത്തിന് ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇത്തവണ അല്പമൊന്ന് മാറിപ്പോയി. എങ്കിലും ഈ ഞാറ്റുവേലയുടെ പ്രാധാന്യം പിടിച്ചറിയിച്ചുകൊണ്ട് കർഷകരെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ച ശ്രമമാണ് ഞാൻ ഓർക്കുക. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാനും ഗ്രീൻ ഫെസ്റ്റ് സ്വാഗത സംഘം ചെയർമാനുമായ K ദീപക് അധ്യക്ഷത വഹിച്ചു. കാർഡ്സ് ചെയർമാൻ ആന്റണി കണ്ടിരിക്കൽ സ്വാഗതം ആശംസിച്ചു. തുടർന്ന് കാർഡ്സ് സിൽവർ ജൂബിലി സ്മാരക ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് ബാങ്ക് ഉദ്ഘാടനം കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. ഇവിടെ കാർഡ്സ് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമുള്ളവർ എല്ലാവരെയും കരുതലോടെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സംരംഭമാണെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയില്ലെന്ന് കരുതുകയാണ്. അതോടൊപ്പം തന്നെ കാടിനെയും നാടിനെയും ബന്ധപ്പെടുത്തുന്നതാണ് കാർഡ്സ്. കാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കൃഷി സ്ഥലങ്ങളിലുള്ള വസ്തുക്കളെല്ലാം നാട്ടിൽ കൊണ്ടുവന്ന് വിഷരഹിതമായിട്ട് കൊടുക്കുവാൻ സാധിക്കുന്നു. എന്നോട് ഞാൻ ചോദിക്കാറുണ്ട്, ഇന്ന സാധനം എവിടെ കിട്ടും? ഞാൻ പറയും കാർഡ്സിൽ പോയി കിട്ടുന്നു. എനിക്ക് തോന്നുന്നത് ഇന്ന് ആ ബ്രാൻഡ് നെയിം കാർഡ്സ് എന്നുള്ളത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ടതാണ്, വിശ്വസിക്കാവുന്നതാണ്. വ്യത്യസ്തങ്ങളായ വിളകളുടെ പ്രദർശനോദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ഇന്ന് മുതൽക്കേ ആരംഭിക്കുന്ന പരിപാടി ജൂൺ മാസം 1-ാം തീയതി വരെ ഇവിടെ തുടരുന്നു. ധാരാളം കാര്യങ്ങൾ ഈ പരിപാടിയുടെ ഏറ്റവും മുഖ്യ ആകർഷണമായി എനിക്ക് തോന്നുന്നത്, ആന്റണി സാറ് ഇന്ന് കേരളത്തിലെ ഏത് ആധികാരികമായ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലും മുഖ്യ സാന്നിധ്യമാണ്.
കാർഡ്സ് ഗ്രീൻ ലീവ്സ് ഫാം സ്കൂളിന്റെ ഉദ്ഘാടനം, വിഷുജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് മാനേജർ ഡോക്ടർ പയസ് മലേക്കണ്ടം, ഉപ്പുകുന്ന് ഹിൽ സ്റ്റേഷൻ ടൂർ പാക്കേജ് ഉദ്ഘാടനം, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം, ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച കാർഡ്സ് നാടൻ കുത്തരിയുടെ വിതരണ ഉദ്ഘാടനം മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ എന്നിവർ നിർവഹിച്ചു. ചടങ്ങിൽ ആശംസ അറിയിച്ചുകൊണ്ട് വാർഡ് കൗൺസിലർ നിധി മനോജ്, മുനിസിപ്പൽ കൗൺസിലർ ജോസഫ് ജോൺ, മുനിസിപ്പൽ കൗൺസിലർ മുഹമ്മദ് അഫ്സൽ, മുനിസിപ്പൽ കൗൺസിലർ PG രാജശേഖരൻ, ജില്ലാ സഹകരണ ആശുപത്രി ഡയറക്ടർ മുഹമ്മദ് ഫൈസൽ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ, ടൂർകോ പ്രസിഡന്റ് PM സുരേഷ് ബാബു, ലിസിയമ്മ സാമുവൽ, എബ്രഹാം സെബാസ്റ്റ്യൻ, KK കൃഷ്ണപിള്ള, സണ്ണി കടുത്താഴെ, മനോജ് കുന്നേൽ, KK ഷാജി, ജേക്കബ് മാത്യു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സർക്കാർ വകുപ്പുകൾ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തിയാൽ അവശിഷ്ടങ്ങൾ നാട്ടുകാർ നീക്കം ചെയ്യണം. തൊടുപുഴയിലാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ വിചിത്രമായ നിലപാട്. 4 വർഷത്തിലേറെയായി റോഡ് ബ്യൂട്ടിഫിക്കേഷൻ നടത്തി വരുന്ന തൊടുപുഴ ന്യൂമാൻ കോളേജ് മങ്ങാട്ടുകവല റോഡിൽ കാരിക്കോടിന് തിരിയുന്ന ഭാഗത്തെ 2 വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമാറ്റി റോഡരികിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ്. വൈദ്യുതി വകുപ്പ് ടച്ചിംഗ് വെട്ട് നടത്തിയാലും വൃക്ഷശിഖരങ്ങൾ വഴിയിൽ ഉപേക്ഷിക്കുന്ന സാഹചര്യമാണ്. ഇവ നീക്കം ചെയ്യുവാൻ സർക്കാർ വകുപ്പുകൾക്ക് ഉത്തരവാദിത്തം ഇല്ലേ എന്നാണ് ജനങ്ങളുടെ ചോദ്യം. മുനിസിപ്പൽ കൗൺസിലർമാർ തുടങ്ങി MLA, MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഇതൊന്നും അറിയുന്നില്ല. ഉദ്യോഗസ്ഥർക്ക് ഇവിടെ എന്തുമാകാമെന്നായി ജനാധിപത്യം. ജനങ്ങൾ അനുഭവിക്കുക. ഇടുക്കിയിലെ കർഷകരെ കുടിയിറക്കാനുള്ള ഗൂഢാലോചനകൾ വനംവകുപ്പ് വഴി സർക്കാർ നടപ്പിലാക്കുന്നുവെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. വനംവകുപ്പിന്റെ തോന്നിവാസം നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുകയാണ്. കേരളം ഭരിക്കുന്നത് വനംവകുപ്പായി മാറിയിരിക്കുന്നു. റവന്യൂ ഭൂമി പോലും വനമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആനയിറങ്ങളടക്കമുള്ള ടൂറിസം മേഖലകൾ വനംവകുപ്പിന്റെ നടപടിയിൽ തകരുകയാണ്. ഒരു ഭാഗത്ത് ജനങ്ങളെ വന്യമൃഗങ്ങൾക്ക് ഇരയാക്കുകയും മറുഭാഗത്ത് കുടിയിറക്കുന്നതിനുള്ള നീക്കവും നടക്കുന്നു. സാധാരണക്കാരുടെ നീതി നിഷേധിക്കുന്ന തരത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ നയം വനംവകുപ്പ് നടപ്പിലാക്കുമ്പോൾ സർക്കാരും CPM-ന്റെ ഉന്നത നേതൃത്വവും നിലപാട് വ്യക്തമാക്കണമെന്നും MP കട്ടപ്പനയിൽ പറഞ്ഞു. ഇടുക്കിയിലെ കർഷക ജനതയെ കുടിയിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയാണ് സർക്കാർ തലത്തിൽ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് വനംവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റവന്യൂ ഭൂമിയിൽ പോലും വനംവകുപ്പ് കയറി ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് അവകാശപ്പെട്ട് അവിടെ മുഴുവൻ വനമാണെന്നുള്ള ചിത്രീകരണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? ഇപ്പോൾ തൊമ്മൻകുത്തിൽ കൈവശ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ചപ്പോൾ അവിടെ കയറി അതിക്രമം കാണിച്ച് കുരിശിനെ അവമാനിച്ച് അതോടൊപ്പം തന്നെ അവിടെയുള്ള കുടിയേറ്റ കർഷകർക്ക് പട്ടയം ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ചെയ്തു വെച്ച ഒരു സ്ഥിതി നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ജില്ലയുടെ വിവിധ മേഖലകളിൽ കൂടുതൽ വനഭൂമി ഉണ്ട് എന്ന് ചിത്രീകരിക്കുന്ന തരത്തിലുള്ള വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടി അവർ ഗൂഢാലോചന നടത്തി. പല മേഖലകളിലും വിജ്ഞാപനം പുറത്തിറക്കി. CHR 2,15,000-അപ്പുറം വരുന്ന ഏക്കർ ഭൂമി വനഭൂമിയാണ് എന്ന് സുപ്രീം കോടതിയിൽ വരെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോലും സത്യവാങ്മൂലം കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നില്ലേ? കേരളത്തിൻ്റെ നിയമസഭയിൽ വനംവകുപ്പ് മന്ത്രി പറഞ്ഞ മറുപടിയിൽ CHR ഭൂമി വനഭൂമിയാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു. ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നയമാണ്. ആ നയം നടപ്പിലാക്കുന്ന ഏജൻസി മാത്രമായി വനംവകുപ്പ് മാറിയിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളെ കുടിയിറക്കി അവിടെ നിന്ന് ആട്ടിപ്പായിക്കുക, റവന്യൂ ഭൂമിയും കൈവശ ഭൂമിയും ഒക്കെ വനമാണ് എന്ന് ചിത്രീകരിച്ച് അവിടെ വനമാക്കി ഭാവിയിൽ മാറ്റിയെടുക്കുക എന്നുള്ള ആ ഒരു പ്രവൃത്തിയാണ് വനംവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ കഴിയുന്ന പ്രശ്നമില്ല. ശക്തമായ പ്രതിഷേധം നാടിൻ്റെ വിവിധ മേഖലകളിലുണ്ട്. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആ പ്രതിഷേധത്തിനോടൊപ്പം ഞാനും അണിചേരുകയാണ്. പ്രേം നസീർ സുഹൃത്ത് സമിതി തൊടുപുഴ ചാപ്റ്ററിന്റെ 4ാം വാർഷികം സംഘടിപ്പിച്ചു. തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർ ജിതേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രേം സിംഗേഴ്സിന്റെ ലോഗോ പ്രകാശനവും പഠനോപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനവും മുനിസിപ്പൽ കൗൺസിലർ നിർവഹിച്ചു. ചടങ്ങിൽ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമാക്കിയ ഇന്ത്യൻ സൈന്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മെഴുകുതിരി തെളിയിച്ചു. ഉപാസന ഡയറക്ടർ ഫാദർ പ്രിൻസ് ഐക്യദാർഢ്യ സന്ദേശം നൽകി. തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. PNSS പ്രസിഡന്റ് വിജയകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രേം നസീർ സുഹൃത്ത് സമിതി തൊടുപുഴ ചാപ്റ്ററിന്റെ 4ാം വാർഷികം ഉപാസന ഓഡിറ്റോറിയത്തിൽ നടത്തി. ചടങ്ങിൽ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമാക്കിയ ഇന്ത്യൻ സൈന്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മെഴുകുതിരി തെളിയിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. തുടർന്ന് പ്രേം സിംഗേഴ്സിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. യോഗത്തിൽ പഠനോപകരണ വിതരണവും നടന്നു. തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർ ജിതേഷ് വാർഷികാഘോഷത്തിന്റെയും പഠനോപകരണ വിതരണത്തിന്റെയും ഉദ്ഘാടനം, പ്രേം സിംഗേഴ്സിന്റെ ലോഗോ പ്രകാശനവും നിർവഹിച്ചു. 4ാമത് വാർഷികമാണ്. പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ 4ാമത് വാർഷികം.
കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. നമുക്കറിയാം, ഈ സംഘടന നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ ഇടയിൽ കലയുടെ മൂല്യബോധം ഉണർത്തുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ പ്രവർത്തനം വീണ്ടും വിശാലമാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നീട് വേദിയിൽ കലയെക്കുറിച്ച് പറയേണ്ട ചെറിയ ഒരു സന്ദർഭമുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ എഴുത്തുകാരുണ്ട്, അതുപോലെ കലാകാരന്മാരുണ്ട്, മറ്റ് ദൃശ്യാവിഷ്കാരങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ നന്മയിലൂടെ നയിക്കുക, അല്ലെങ്കിൽ കർമ്മപാതയിലൂടെ നയിക്കുക എന്നുള്ളതാണ്. നമ്മൾ നോവൽ വായിച്ചു, ഇപ്പോൾ നോവൽ വായിക്കണമെന്ന് എനിക്കറിയില്ല, എങ്കിലും നോവൽ വായിച്ചു കഴിയുമ്പം കുറേ കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് തിന്മയാണ് ജയിക്കാൻ പോകുന്നത്, വില്ലനാണ് ജയിക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ടൊരു തോന്നൽ വരും, ഇതൊരു മോശവസ്ഥയിലേക്കാണ് പോകുന്നത്. നമ്മൾ പറയും ഈ കഥ ഒരു ട്രാജഡിയായി പോയി എന്ന് പറയും. നമ്മളെല്ലാം മനസ്സിൽ നന്മയുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് തിന്മ ജയിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ മൈൻഡിൽ തോന്നൽ വരുന്നത്. PNSS പ്രസിഡന്റ് വിജയകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഉപാസന ഡയറക്ടർ ഫാദർ പ്രിൻസ് ഐക്യദാർഢ്യ സന്ദേശം നൽകി. തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. സിനിമാ സീരിയൽ ഹാസ്യ നടൻ കൂത്താട്ടുകുളം അജിത് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് മൊമെന്റോ നൽകി. തുടർന്ന് കലാകാരന്മാർക്കുള്ള പ്രശസ്തി പത്രവും വിതരണം ചെയ്തു. PNSS സെക്രട്ടറി PG സനൽകുമാർ സ്വാഗതം പറഞ്ഞു. രക്ഷാധികാരികളായ ഹർലാൽ, VK ബിന്ദു, ട്രഷറർ സന്ധ്യ, പ്രോഗ്രാം കൺവീനർ സൽജൻ കൃഷ്ണനാഥ് എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് PNSS തൊടുപുഴ ചാപ്റ്റർ ഗായക സംഘത്തിന്റെ ഗാനാലാപനവും നൃത്തനൃത്യങ്ങളും കോമഡി താരം ജോബിയുടെ നേതൃത്വത്തിൽ നിരവധി കലാകാരന്മാർ അണിനിരന്ന കോമഡി ഷോയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മഴ തുടങ്ങിയതോടെ തൊടുപുഴ KSRTC ഡിപ്പോ ദുരിതത്തിൽ. ചോർന്നൊലിക്കുന്ന മേൽക്കൂര മൂലം ഡിപ്പോയിലെത്തുന്ന യാത്രക്കാർക്ക് കുടയില്ലാതെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. മഴ പെയ്തു തുടങ്ങിയതേയുള്ളൂ. തൊടുപുഴ ഡിപ്പോയിലെ മേൽക്കൂര ചോർന്നൊലിച്ചു തുടങ്ങി. കഴിഞ്ഞ 2 ദിവസമായി മഴ തകർത്ത് പെയ്തപ്പോൾ ഡിപ്പോ ചോർന്നൊലിച്ചു തുടങ്ങി. ഇതോടെ യാത്രക്കാർ ദുരിതത്തിലാവുകയായിരുന്നു. കനത്ത മഴയിൽ ബസ് കാത്തിരിക്കുന്ന ഭാഗത്തും സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസും കൊറിയർ സർവീസിന്റെ ഓഫീസും വെള്ളത്തിലായിരുന്നു. നനഞ്ഞ തറയിൽ തെന്നി വീഴുന്ന സാഹചര്യവുമുണ്ട്. തിങ്കളാഴ്ച പുലർച്ചെ യാത്രയ്ക്കായി എത്തിയ സ്ത്രീ നനഞ്ഞ തറയിൽ തെന്നി വീണ് അപകടമുണ്ടായി. മറ്റു പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രം. യാത്രികർ ബസ് കാത്തിരിക്കുന്ന ഭാഗം മാത്രമല്ല നനയുന്നത്, ഡിപ്പോ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഓഫീസും ടോയ്ലറ്റിന്റെ ഭാഗവും നനയുന്ന അവസ്ഥയാണുള്ളത്. ടോയ്ലറ്റിലേക്കുള്ള പാതയിലെ സ്റ്റെപ്പിൽ വീഴാനുള്ള സാഹചര്യവുമുണ്ട്. ഇത് കൂടുതൽ അപകടത്തിലേക്ക് നയിച്ചേക്കും. മഴ കൂടുതൽ ശക്തമാകുന്നതോടെ KSRTC ഡിപ്പോയുടെ അവസ്ഥ കൂടുതൽ ദുരിതമാകും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഞായറാഴ്ചയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടം. കോടിക്കുളം, കരിമണ്ണൂർ പഞ്ചായത്തുകളിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. മരങ്ങൾ വീണ് കാൽനടയാത്ര ഉൾപ്പെടെ തടസ്സപ്പെടുകയും 10ലധികം ഇലക്ട്രിക് പോസ്റ്റുകൾ തകരുകയും ചെയ്തു. കരിമണ്ണൂരിൽ ഇലക്ട്രിക് പോസ്റ്റ് ഓട്ടോറിക്ഷയിലേക്ക് മറിഞ്ഞു വീണ് ഡ്രൈവർക്ക് പരിക്കേറ്റു. തൊമ്മൻകുത്തിൽ മരം വീണ് 3 വീടുകൾ ഭാഗികമായി തകരുകയും ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച ഉച്ചയ്ക്കുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും മരങ്ങൾ വീണു. കോടിക്കുളം, കരിമണ്ണൂർ പഞ്ചായത്തുകളിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. കോടിക്കുളം പഞ്ചായത്തിലെ 1, 2 വാർഡുകളിൽ ഉൾപ്പെടുന്ന ഇല്ലിച്ചുവട്, തെന്നത്തൂർ ഭാഗങ്ങളിൽ ഏകദേശം 2 കിലോമീറ്റർ ദൂരം തേക്ക്, മാവ്, റബ്ബർ, പ്ലാവ് മരങ്ങൾ വീണ് കാൽനടയാത്ര ഉൾപ്പെടെ വാഹന ഗതാഗതവും പൂർണ്ണമായും തടസ്സപ്പെട്ട അവസ്ഥയിലായിരുന്നു. കൂടാതെ മരങ്ങൾ വീണ് 10ലധികം പോസ്റ്റുകളും തകർന്നു. തൊടുപുഴയിൽ നിന്നും അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സ്ഥലത്തെത്തി 3 മണിക്കൂറോളം കഠിനമായി പരിശ്രമിച്ചാണ് മരങ്ങൾ മുറിച്ചുമാറ്റി ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കിയത്. നെയ്യശ്ശേരി വില്ലേജ് ഓഫീസിന് സമീപവും മരങ്ങൾ വീണു. ഏകദേശം 80 ഇഞ്ച് വണ്ണമുള്ള ആഞ്ഞിലയും തേക്കുമരവും 11 kV ലൈനിൽ വീണ് ഗതാഗതം തടസ്സപ്പെട്ടപ്പോഴും സേന സ്ഥലത്തെത്തി മരങ്ങൾ മുറിച്ചുമാറ്റി. കരിമണ്ണൂർ മനക്കപ്പാടത്ത് കാറ്റിൽ ഇലക്ട്രിക് പോസ്റ്റ് ഓട്ടോറിക്ഷയിലേക്ക് മറിഞ്ഞു വീണ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ഉടുമ്പന്നൂർ സ്വദേശിയായ പീടിയപ്പറമ്പിൽ PA നവാസിനാണ് പരിക്കേറ്റത്. 2 യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് കാര്യമായി പരിക്കേറ്റില്ല. പരിക്കേറ്റ ഡ്രൈവറെ നാട്ടുകാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഒടിഞ്ഞു വീണ പോസ്റ്റിലെ കമ്പികൾ സേന മുറിച്ചു മാറ്റുകയും ശേഷം KSEB അധികൃതരുടെ സഹായത്തോടെ പോസ്റ്റ് റോഡിൽ നിന്ന് മാറ്റുകയും ചെയ്തു. പോസ്റ്റ് വീണതിന്റെ ഒപ്പം തന്നെ നിരവധി മരങ്ങൾ വീണതും സേനാംഗങ്ങൾ മുറിച്ചുമാറ്റി.
തൊമ്മൻകുത്തിൽ ഞായറാഴ്ച ഉണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും മരം വീണ് 3 വീടുകൾ ഭാഗികമായി തകർന്നു. പ്രസാദ് കുന്നനോലിൽ, രവി പയ്യാനിക്കൽ, ബിനു ചീനിത്തൊട്ടിയിൽ എന്നിവരുടെ വീടുകളാണ് തകർന്നത്. ഇതോടൊപ്പം തന്നെ ഞാറുകുറ്റി മുതൽ കരിമണ്ണൂർ വരെ വിവിധ സ്ഥലങ്ങളിൽ റോഡിൽ ഓയിൽ വീണ് നിരവധി ബൈക്ക് യാത്രക്കാർ തെന്നിമറിഞ്ഞ് അപകടത്തിൽപ്പെട്ട സംഭവവും ഉണ്ടായി. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തൊടുപുഴയിൽ നിന്നും അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി ഓയിൽ വീണ സ്ഥലങ്ങളിൽ അറക്കപ്പൊടി വിതറി അപകടാവസ്ഥ ഒഴിവാക്കുകയും ചെയ്തു. ഈ രക്ഷാപ്രവർത്തനത്തിനായി പോകുന്ന സമയത്ത് വഴിയിൽ വൈദ്യുതി വിളക്കിന്റെ കേബിൾ പൊട്ടി റോഡിൽ അപകടകരമായ രീതിയിൽ കിടക്കുന്നത് സേനാംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ അഗ്നിരക്ഷാസേന കേബിൾ മുറിച്ചുമാറ്റി വശങ്ങളിലേക്ക് സുരക്ഷിതമായി മാറ്റിയിടുകയും വിവരം KSEB അധികൃതരെ അറിയിക്കുകയും ചെയ്തു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KA ജാഫർ ഖാന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PT അലക്സാണ്ടർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ബിബിൻ A തങ്കപ്പൻ, KA ഉബാസ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ശരത് S, ഷിബിൻ ഗോപി, TK വിവേക്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അനിൽ നാരായൺ, ജെയ്സ് സാം ജോസ്, ഹോംഗാർഡുമാരായ MP ബെന്നി, പ്രമോദ് KR, KS അബ്ദുൾ നാസർ എന്നിവരായിരുന്നു അഗ്നിരക്ഷാസേനാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ കാഞ്ഞിരമരത്തെ ചെക്ക് ഡാമിൽ മരം കടപുഴകി വീണ് നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്ന് സമീപത്തെ വീടുകളിൽ വെള്ളം കയറി. മരം വീണ് വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ടതോടെ തോടിന് സമീപത്തുള്ള ചീങ്കല്ലുങ്കൽ വള്ളിയമ്മ വാടകയ്ക്ക് കൊടുത്തിരുന്ന വീട്ടിൽ വെള്ളം കയറി. വീട് വെള്ളത്തിൽ മുങ്ങിയതോടെ ഇവിടെ താമസിച്ചിരുന്ന മൂഴിക്കൽ വീട്ടിൽ മനു ജോസ് സമീപത്തുള്ള പിതാവിന്റെ വീട്ടിലേക്ക് താമസം മാറി. പ്രദേശത്തുള്ള 5ഓളം വീടുകളിൽ കാലവർഷം ശക്തമായാൽ വെള്ളം കയറാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. തൊടുപുഴ കാഞ്ഞിരമറ്റത്ത് ചെക്ക് ഡാമിൽ മരം കടപുഴകി വീണതിനെ തുടർന്ന് സമീപത്തെ വീട്ടിലേക്ക് വെള്ളം കയറി. കണിയാമൂഴി പാലത്തിന് മുകളിലുള്ള ചെക്ക് ഡാമിലാണ് മരം കുടുങ്ങിയത്. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന പ്ലാവ് തോട്ടിലേക്ക് മറിഞ്ഞാണ് ഡാമിൽ കുരുങ്ങിയത്. മരം വീണ വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ടതോടെ തോടിന് സമീപത്തുള്ള ചീങ്കലുങ്കൽ വള്ളിയമ്മാളിന്റെ വീട്ടിൽ വെള്ളം കയറി. വീട് വെള്ളത്തിൽ മുങ്ങിയതോടെ ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന മൂഴിക്കൽ വീട്ടിൽ മനു ജോസ് സമീപത്തുള്ള പിതാവിന്റെ വീട്ടിലേക്ക് താമസം മാറി. പ്രദേശത്തുള്ള 5ഓളം വീടുകളിൽ കാലവർഷം ശക്തമായാൽ വെള്ളം കയറാറുണ്ട്. ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തൊടുപുഴ കോലാനി കുന്നത്ത് ചാക്കോയുടെ വിളവെടുപ്പിന് ഭാഗമായ 300ഓളം വാഴ കൃഷി നശിച്ചു. പാട്ടത്തിനെടുത്ത 50 സെന്റ് ഭൂമിയിലാണ് ഇദ്ദേഹം കൃഷി ചെയ്തിരുന്നത്. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകൻ പറയുന്നു. ഞാൻ പാട്ടത്തിനെടുത്ത കൃഷിത്തോട്ടമാണ്, വാഴയാണ്. മൊത്തത്തിൽ ഒരു 360 വാഴ എനിക്ക് വെച്ചിരുന്നതാണ്. അതിൻ്റെ അകത്ത് ഒരു 310 വാഴ എടുത്തൊരു മൊത്തം ഒടിഞ്ഞ് ഇന്ന് രാവിലത്തെ കാറ്റിന് സംഭവിച്ചാണ് ഇതെല്ലാം. ഈ സംഭവിച്ചു കഴിഞ്ഞാൽ മൊത്തം കൊലച്ച് എല്ലാത്തിനും മുട്ടും കൊടുത്ത് എല്ലാം വള്ളിയും കെട്ടി എല്ലാം വലിച്ചു കെട്ടിയിരുന്നായിരുന്നു. ഈ ഇതേൽ വെച്ച് മുട്ട കൊടുത്ത് എല്ലാം കൊടുത്ത് ഇതെല്ലാം മുട്ടും കൊടുത്ത് എല്ലാം വള്ളിയും കൊടുത്ത് വെച്ചില്ല മൊത്തം കൊലച്ച് 300 വാഴയൊക്കെ അടിച്ച് 300 വാഴയെങ്കിലും കുരച്ചിട്ടുണ്ട്. ആ കൊലയാണ് ഇതേൽ വെച്ച് ഒട്ടും മൂപ്പാകാത്ത കൊലയാണിത്. ഈ കൊലയൊന്നും നമുക്ക് മൂത്ത ഒരു ഒറ്റ കൊല പോലും ഇല്ലാത്തില്ല. എല്ലാം കൊലച്ചിരിക്കുന്ന എല്ലാ വാഴയും കുറച്ച് ചുണ്ട് ഒടിച്ചതും ഒടിക്കാത്തതും കൊല ചാടുന്നതുമായിട്ടുള്ള വാഴയായിരുന്നു മൊത്തം. അതിലൊരു 300 വാഴ കുറയാതെ ഒറ്റെണ്ണം ഇല്ലാതെ എല്ലാം നശിച്ചു. തൊടുപുഴ മുനിസിപ്പാലിറ്റി ജൈവ വൈവിധ്യ പരിപാലന സമിതി കോലാനി ജനരഞ്ജനി വായനശാലയുടെ ബാലവേദിയുമായി ചേർന്ന് ജൈവ വൈവിധ്യ ദിനാചരണം സംഘടിപ്പിച്ചു. ജനരഞ്ജനി വായനശാല പ്രസിഡന്റും സംസ്ഥാന വനമിത്ര അവാർഡ് ജേതാവുമായ N രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി ഭരണസമിതി അംഗം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. തൊടുപുഴ മുനിസിപ്പാലിറ്റി ജൈവ വൈവിധ്യ പരിപാലന സമിതി കോലാനി ജനരഞ്ജിനി വായനശാലയുടെ ബാലവേദിയുമായി ചേർന്ന് ജൈവ വൈവിധ്യ ദിനാചരണം നടത്തി. പുഴയോര ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന ഈ വർഷത്തെ മുദ്രാവാക്യമനുസരിച്ച് കോലാനി തോടിന്റെ ഓരങ്ങളിൽ മുള പോലെയുള്ള വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ജനരഞ്ജിനി വായനശാലയുടെ പ്രസിഡന്റും സംസ്ഥാന വനമിത്ര അവാർഡ് ജേതാവുമായ N രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ് മെയ് 22. അതുമായി ബന്ധപ്പെട്ട് തൊടുപുഴ നഗരസഭയുടെ ജൈവ വൈവിധ്യ പരിപാലന സമിതി അല്ലെങ്കിൽ BMCയും കോലാനി ജനരഞ്ജനി വായനശാലയും ചേർന്ന് ഇന്ന് ഈ തോടിൻ്റെ പുറമ്പ് ഭിത്തികളിൽ നമ്മൾ തൈകൾ നട്ടുപിടിപ്പിക്കുകയാണ്. അത് തോടും പുഴയുമായി ബന്ധപ്പെട്ടുള്ള സസ്യങ്ങളാണ് ഇവിടെ നടന്നത്. മുള പോലെയുള്ള തഴ പോലെയുള്ള സസ്യങ്ങളാണ് ഇവിടെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത്. ഇതുമൂലം ജലത്തിനും ജലശുദ്ധീകരണം അതുപോലെ കരയിടിച്ച് തടയുന്നതിനൊക്കെ വളരെ പ്രയോജനപ്രദമാണ്. ഇന്നത്തെ ദിവസം ഇവിടെയുള്ള കുട്ടികളും ഇതിൻ്റെ ബാലവേദിയിലെ കുട്ടികളും വായനശാല പ്രവർത്തകരൊക്കെ ചേർന്നാണ് ഈ പദ്ധതി പങ്കെടുക്കുന്നത്. ലൈബ്രറി ഭരണസമിതി അംഗം
ജിനീപ് ജി നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KB സുരേന്ദ്രനാഥ്, മുഹമ്മദ് ഫാസിൽ, വിനയ് നായർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സത്യവിശ്വാസം തെറ്റുകൂടാതെ കൈമാറ്റം ചെയ്യപ്പെടണമെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. പാലാ രൂപത വിശ്വാസ പരിശീലന കേന്ദ്രവും കത്തോലിക്ക കോൺഗ്രസും സംയുക്തമായി നടത്തിയ സിംബോസിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് എമ്മാനുവൽ നിധിരി അധ്യക്ഷത വഹിച്ചു. AD 325 നടന്ന നിഖ്യ സുനഹദോസ് ഇന്നും ഏറ്റവും പ്രസക്തമാണെന്നും സത്യവിശ്വാസം തെറ്റുകൂടാതെ തലമുറ തോറും കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് എങ്ങനെയെന്ന് ഈ സുനഹദോസ് പഠിപ്പിക്കുന്നുവെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ഈ ദൃഢമായ വിശ്വാസത്തിലുള്ള അടിത്തറയാണ് സഭയുടെ അടിത്തറയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ ക്രിസ്ത്യൻ സഭകളും നിഖ്യ വിശ്വാസ പ്രമാണത്തെ ചേർത്തു പിടിക്കുന്നു എന്നത് സഭകളുടെ ഐക്യത്തിനുള്ള അടിത്തറയാണ്. നിഖ്യ സുനഹദോസിന്റെ 1700-ാം വാർഷികത്തിൽ പാലാ രൂപത വിശ്വാസ പരിശീലന കേന്ദ്രവും കത്തോലിക്ക കോൺഗ്രസും സംയുക്തമായി നടത്തിയ സിംബോസിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദൈവത്തിന്റെ സ്വരം മറ്റുള്ളവർ കേൾക്കണം. ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ കുഞ്ഞുങ്ങളെ വീട്ടിനുള്ളിലും പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെയാണ് ഇതുപോലുള്ള വലിയ ഡോഗ്മാകൾ കുഞ്ഞുങ്ങളിലൂടെ അവരവരുടേതായ ഭാഷയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. മറ്റ് യൂണിവേഴ്സിറ്റി തലത്തിലും മോണസ്ട്രികളിലും ദേറാകളിലുമൊക്കെ അവരുടെ ധ്യാനത്തിലും പ്രബോധനത്തിലുമൊക്കെ ബൗദ്ധിക മികവോടുകൂടി നടക്കട്ടെ. കുഞ്ഞുങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഡോഗ്മാകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം എന്ന് ഞാൻ പറയുകയാണ്. ജോർജ് അച്ഛനും ജീരിക്കൽ സാറിനും ബാക്കി എല്ലാവർക്കും നന്മകൾ ഞാൻ നേരുന്നു. ഒരു വലിയ ശുശ്രൂഷ ഈ കാലഘട്ടത്തിൽ നമ്മളുടെ സഭയിൽ നടത്തുന്നുണ്ട്. അൽമായരെ സത്യസഭയുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്ന ആ ഒരു വലിയ ദൗത്യമാണ്. അതുതന്നെയാണ് ഡോഗ്മാകളുടെ ദൗത്യവും. നമ്മൾ ഒട്ടനവധി സമ്മേളനങ്ങൾ ഈ രൂപത്തിലും ഭാവത്തിലും നടത്തുന്നുണ്ട്. കുറേയൊക്കെ അതിന് ഫലം കിട്ടുന്നുണ്ട്. അൽമായരുടെ കൺസോളിഡേഷൻ തിരക്കേടില്ലാത്തതുപോലെ വരുന്നുണ്ട്. അത് നല്ല ടീച്ചിങ്സിൽ നിന്ന് വേണം, അല്ലെങ്കിൽ നമുക്ക് വഴിതെറ്റിപ്പോവും. അതുകൊണ്ട് നിരന്തരമായിട്ട് നമുക്ക് ദൈവികമായ വിഷയങ്ങൾ കൂടുതൽ സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് എമ്മാനുവൽ നിധിരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റവറന്റ് ഡോക്ടർ ജോൺ കണ്ണന്താനം, ഡോക്ടർ പ്രിൻസ് മോൻ മണിയങ്ങാട്ട്, റവറന്റ് സിസ്റ്റർ ഡോക്ടർ സ്റ്റെല്ല SH എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. റവറന്റ് ഡോക്ടർ ജെയിംസ് പുലിയൂറുമ്പിൽ മോഡറേറ്ററായിരുന്നു. രൂപത ഡയറക്ടർ റവറന്റ് ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ, കത്തീഡ്രൽ പള്ളി വികാരി റവറന്റ് ഫാദർ ജോസ് കാക്കലിൽ, ജനറൽ സെക്രട്ടറി ജോസ് വട്ടുകുളം, ആൻസമ്മ സാബു, ജോയി കണിപ്പറമ്പിൽ, ബേബിച്ചൻ എഡേട്ട് എന്നിവർ പ്രസംഗിച്ചു. വില്ലേജ് ഓഫീസർ മുതൽ കളക്ടർ വരെയും പഞ്ചായത്ത് ഓഫീസ് മുതൽ മുഖ്യമന്ത്രി വരെയും തന്റെ വീടിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിമുക്ത ഭടൻ നൽകിയ പരാതികൾക്ക് പുല്ലുവില. കാലവർഷം കടുത്തതോടെ വീടിന് അപകട ഭീഷണി ഉയർത്തി നിന്ന അയൽവാസിയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. പരാതികൾ അവഗണിച്ച് ബലം കുറഞ്ഞ സംരക്ഷണ ഭിത്തിയുടെ മുകളിലേക്ക് വീണ്ടും നിർമ്മാണം നടത്തിയതാണ് ഇപ്പോൾ സംരക്ഷണ ഭിത്തി തകർന്നു വീഴാൻ കാരണമായത്. വാഴത്തോപ്പ് സ്വദേശിയും വിമുക്ത ഭടനുമായ ജിജിമോൻ ചാക്കോയുടെ പുരയിടത്തിലേക്കാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്. ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അയൽവാസിയുടെ സംരക്ഷണ ഭിത്തിയുടെ അടിയിലാണ് ജിജിമോൻ ചാക്കോ ഓരോ രാത്രികളും കഴിഞ്ഞുകൂടിയത്. കഴിഞ്ഞ 10 വർഷമായി ഈ സംരക്ഷണ ഭിത്തി അപകട ഭീഷണിയാണെന്ന് കാട്ടി പഞ്ചായത്ത്, ജില്ലാ ഭരണകൂടം, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മുമ്പിൽ ജിജി പരാതികൾ ഉന്നയിച്ചിരുന്നു. ഇതിനിടെ വീടിന്റെ ഉടമസ്ഥൻ സ്ഥലം മറ്റൊരാൾക്ക് വിറ്റു. സ്ഥലം പുതുതായി വാങ്ങിയ ഈ വ്യക്തിയുടെ അടുക്കലും തന്റെ ആശങ്കകൾ ജിജി അറിയിച്ചിരുന്നു. എന്നാൽ ഈ കാര്യങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ച് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന സംരക്ഷണ ഭിത്തിയുടെ മുകളിലേക്ക് ഇയാൾ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മാണങ്ങൾ നടത്തി. ഇത് ചൂണ്ടിക്കാട്ടി ജിജി പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും സ്റ്റോപ്പ് മെമ്മോ നൽകാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ല. ഇതോടെ അയൽവാസി കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ വാർത്ത ചെയ്തിരുന്നു. എന്നാൽ വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും അധികൃതർ നടപടികൾ സ്വീകരിച്ചില്ല. ഒടുക്കം കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ചേർന്ന് ഈ മതിൽ ഇടിഞ്ഞ് തകർന്നു കിടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. തൊട്ടടുത്ത് വീഴാൻ ഭാഗത്തിന് നിൽക്കുന്നു. അത് ഈ ബാക്കിയുള്ള ഭാഗം കൂടെ വീണ് കഴിഞ്ഞാൽ എൻ്റെ അടുക്കള ഭാഗം മുഴുവൻ തകർന്നു പോകും. ഇത് കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പലതവണ പഞ്ചായത്തിൽ നിന്നും കളക്ടറേറ്റിൽ നിന്നും ജില്ലാ മെഡിക്കൽ ഓഫീസറും ഒക്കെ നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ പലപ്പോഴായിട്ട് നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ്. വർഷങ്ങളായിട്ട് ഞാൻ പരാതി കൊടുക്കുന്നയാളാണ്. പക്ഷേ അവർ യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഇത് മറ്റൊരാൾക്ക് വിറ്റിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ പുതിയതായിട്ട് വാങ്ങിയ ആൾ വീണ്ടും ഈ ഇടിഞ്ഞിരുന്ന കെട്ടിൻ്റെ മുകളിലേക്ക് കോൺക്രീറ്റ് പ്രവർത്തനം നടത്തിയതാണ് ഈ കാണുന്നത്. എല്ലാം കൂടെ ഈ 2 ദിവസം മുമ്പ് ഇടിഞ്ഞു വീണു. ബാക്കിയും എപ്പോൾ വേണേലും ഇടിഞ്ഞു വീഴാവുന്ന ഒരവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത്.
അപ്പോൾ ഇതിന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നതിന് പകരം ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഇയാൾക്കൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇതിന് സ്റ്റോപ്പ് മെമ്മോ ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് ഈ അടിയന്തരമായിട്ട് ഈ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ ഇത് മുഴുവനും കൂടി എൻ്റെ വീടിൻ്റെ മുകളിലേക്ക് വീഴും. ഇതാണ് അവസ്ഥ. വീടിന്റെ പിന്നിലേക്കുള്ള ഏറ്റവും ഉയരം കൂടിയ ഭാഗവും ഇപ്പോൾ അപകട ഭീഷണി ഉയർത്തി നിൽക്കുകയാണ്. ഇവിടെയും കോൺക്രീറ്റ് ഭിത്തി ഉയർത്തിയ നിലയിലാണ്. ഈ കൽക്കെട്ട് ഇടിഞ്ഞു വീണാൽ ജിജിയുടെ വീടും അപകടത്തിലാകും. ഓരോ ദിവസവും ഭീതിയോടെയാണ് ഇവർ രാത്രികാലങ്ങൾ കഴിച്ചുകൂട്ടുന്നത്. ജില്ലാ ഭരണകൂടവും പഞ്ചായത്തും അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നാണ് കാശ്മീർ ഉൾപ്പെടെയുള്ള അതിർത്തി മേഖലകളിൽ വർഷങ്ങളോളം രാജ്യത്തിന് കാവൽ നിന്ന ഈ മുൻ സൈനികന് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നാഗപ്പുഴ ഏഴാനിക്കാട്ട് വലിയ പുത്തൻപുരയിൽ അഡ്വക്കേറ്റ് മാത്യു എബ്രഹാമിന്റെ ഭാര്യ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് റിട്ടയർഡ് ജൂനിയർ സൂപ്രണ്ട് സാലിമ മാത്യു നിര്യാതയായി. 59 വയസ്സായിരുന്നു. പരേത വാഗക്കാട്ട് ഇളംപ്ലാശ്ശേരിയിൽ കുടുംബാംഗം. സംസ്കാരം ചൊവ്വാഴ്ച വൈകുന്നേരം 4-ന് നാഗപ്പുഴ സെന്റ് മേരീസ് പള്ളിയിൽ. മക്കൾ അതുല്യ മാത്യു, സാൽവിയ മാത്യു. ഇടവട്ടി ഇഞ്ചക്കാട്ട് രാമകൃഷ്ണപിള്ള നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9-ന് വീട്ടിലാരംഭിച്ച് 10:30-ന് തൊടുപുഴ ശാന്തിതീരത്ത്. ഭാര്യ മണി, വണ്ടമറ്റം ചാത്തംപുഴയ്ക്കൽ കുടുംബാംഗം. മക്കൾ ഹരിദാസ്, വിനോദ്, സന്തോഷ്, രാജേഷ്. മരുമക്കൾ രമ ഹരിദാസ്, ബീന വിനോദ്, രജനി സന്തോഷ്, ധന്യ രാജേഷ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഡ്സ് നേതൃത്വത്തിലുള്ള ഗ്രീൻ ഫെസ്റ്റ് വിത്ത് മഹോത്സവത്തിന് തൊടുപുഴയിൽ തുടക്കമായി. സർക്കാർ വകുപ്പുകൾ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തിയാൽ അവശിഷ്ടങ്ങൾ നാട്ടുകാർ നീക്കം ചെയ്യണം. തൊടുപുഴയിലാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ വിചിത്രമായ നിലപാട്. ഇടുക്കിയിലെ കർഷകരെ കുടിയിറക്കുന്നതിനുള്ള ഗൂഢാലോചനകൾ വനംവകുപ്പ് വഴി സർക്കാർ നടപ്പിലാക്കുന്നുവെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. മഴ തുടങ്ങിയതോടെ തൊടുപുഴ KSRTC ഡിപ്പോ ദുരിതത്തിൽ. തൊടുപുഴ കാഞ്ഞിരമരത്ത് ചെക്ക് ഡാമിൽ മരം കടപുഴകി വീണ് നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്ന് സമീപത്തെ വീടുകളിൽ വെള്ളം കയറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.